ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ലഗോൺ ചിക്കൻ വെച്ചിട്ട് എങ്ങനെ എളുപ്പത്തിൽ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ലഗോൺ ചിക്കൻ എടുത്തിട്ടുണ്ട്. നന്നായി കഴുകിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതാണ്. ഇനി ഇതിലേക്ക് ഒരു 2 വലിയുള്ളിയും ഒരു 5 തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിന് മുകളിലേക്കായിട്ട് മസാല ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും 3 സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ, 1 ടീസ്പൂണിൻ്റെ അടുത്ത് ചേർത്തിട്ടുണ്ട്. ഇനി പൊടിച്ച് വെച്ചിട്ടുള്ള പെരുംജീരകത്തിൻ്റെ പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ മസാല എല്ലാം കൂടെ നമ്മുടെ ഇറച്ചിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു കയ്യിൽ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ലഗോൺ ആയതുകൊണ്ട് ഒരു അത്യാവശ്യം വേവുണ്ടാവും. നമ്മൾ കുക്കറിൽ ഒരു 5-6 വിസിൽ അടിച്ചതിന് ശേഷം നോക്കാം. അപ്പോൾ ഓരോ കുക്കറിനും പെട്ടെന്ന് വേവുന്ന ടൈപ്പ് ഉണ്ടാവും, വേഗം വിസിൽ വരുന്നുണ്ടാവും. അപ്പോൾ അതിന് നോക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് വിസിലടുപ്പിച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരുപാട് വിസിലടിക്കുമ്പോൾ അടി കരിഞ്ഞു പോകാണ്ടിരിക്കാനാണ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇനി അടച്ചു വെച്ചിട്ട് വിസിലടുപ്പിച്ചെടുക്കാം. അപ്പോൾ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 5-8 വിസിൽ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ തുറന്ന് നോക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇപ്പോൾ ഇവിടെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം ഞാനൊരു തുള്ളി ഓയിൽ പോലും ഒഴിച്ചിട്ടില്ല. പക്ഷേ ഈ ചിക്കൻ്റെ നെയ്യൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ചിക്കൻ കറി എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാം. നമ്മൾ ഇതാക്കേണ്ട ഒരാവശ്യമില്ല. ഉള്ളി വാട്ടി കുറേ സമയം കളയേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതുപോലെ കുഴച്ച് വെച്ചിട്ട് ഉണ്ടാക്കിയാലും അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അസ്സലാമു അലൈക്കും.